എടാ ശ്രുതിയല്ലേ തോട്ട് പറയണ? കേൾക്കുന്നുണ്ടോ മക്കളെ? എന്റെ മോക്ക് ഗുഡ് മോർണിംഗ് പറയണോ? ഗുഡ് മോർണിംഗ് മോളു. ഗുഡ് മോർണിംഗ് മാളൂസി.
Good morning. Good morning, ma'am. Good morning, ma'am. Very sorry. Good morning, ma'am. Sorry. ഓക്കെ, ഞാനിങ്ങനെ ലേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ലീഡ് ചെയ്യാം ക്ലാസ്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് അങ്ങനെ തന്നെയാണ്. ഒരു എന്താ പറയാ, ഒരാളല്ല ലീഡർ, എല്ലാവരും ലീഡർ തന്നെയാണ്. സോ നിങ്ങൾക്ക് പ്രെയർ ലൈക്ക് തോട്ട് ഫോർ ദ ഡേ, സൈൻ ഇൻ ഒക്കെ ആയിട്ട് എന്നെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, അതൊന്നും ഒരു പ്രോബ്ലം ഒന്നുമില്ല. യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ ഓക്കെ, പ്രെയർ ഒന്നും ചെയ്തില്ലല്ലോ? Okay, please. Thank you, God, for this day and the opportunity to learn. Please help us to be good listener and pay attention to our teacher. Thank you, ma'am. Okay, thought. Good morning, ma'am, and good morning, everyone. And today's thought: education is not a preparation for life. Education is life itself. വിദ്യാഭ്യാസം ജീവിതത്തിനുള്ള തയ്യാറെടുപ്പല്ല, വിദ്യാഭ്യാസം തന്നെയാണ് ജീവിതം. താങ്ക് യു, മാം. Sign in. Aruli, sign in ചെയ്യാൻ. Good morning, ma'am. Good morning, all. I am Ashwati Subhash. You are welcome to our today's online class. I am so happy to see you together here. I hope the class will be more interesting. I hope you will enjoy the class. I would like to invite Disha ma'am. Thank you. മാം, അതെ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. മറ്റേ സാൻഡ് പേപ്പറിൽ ലെറ്റേഴ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായല്ല. അപ്പൊ ഞാൻ മേടിച്ചേക്കണ സാൻഡ് പേപ്പർ ഒന്ന് കാണിച്ചു തരട്ടെ. കാണിക്കൂ. ഇത് ഇങ്ങനത്തെയാണ്. ഇതാണ് ഉദ്ദേശിച്ചേക്കണ. കാണാൻ പറ്റുന്നുണ്ടോ മാം? റോള് പോലെയോ? ഇല്ല, റോളല്ല, ാണ് ഇത്. ഉണ്ടോ? റഫ്നെസ് എങ്ങനെയുണ്ട് സൗമ്യ? ഇത് തൊടുമ്പോ ഇത്തിരി അരം പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഇത് പറ്റുമോ? കാരണം കുട്ടികളുടെ കയ്യിലെടുക്കുമ്പോ ചിലപ്പോ ഒന്ന് ഇതുപോലെ സാധ്യത തോന്നണം. എനിക്ക് ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്നു. ഇത്രയും ഹാർഡ്നെസ് ഇല്ല ശരിക്കും സാൻഡ് പേപ്പറിന്. ഇത്രയും ഹാർഡായിട്ടില്ല. ഇത് എന്റെ നമ്പർ എന്താണെന്നറിയാമോ? സാൻഡ് പേപ്പറിന് നമ്പർ വെച്ചിട്ടാണ് അതിന്റെ ടെക്സ്ചർ. നമ്പർ വല്ലതും അതിന്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ടോ? നമ്പർ ഇത് എങ്ങനെയാ കൊടുത്തേക്കണത്? 15 എന്താ കൊടുത്തേക്കണ? കാണാൻ പറ്റുന്നുണ്ടോ മാമിന്? 50 കാണാം. ഞാൻ 50 ഒക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. 50, 80 ഇപ്പൊ എല്ലാരും വാങ്ങുന്ന 120 ആണ്. കുട്ടികളെല്ലാം ചെയ്തത് 120-ലായിരുന്നു. ഇതിന് എത്ര രൂപയായി? ഇത്രയും റോൾസ് ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. ഇതിന് എനിക്കൊന്നും അധികം പൈസ ഇല്ലെന്നാണ്. വേറെ ഒരെണ്ണം പറഞ്ഞത് 20 rupees ആണ് പറഞ്ഞത്. ഇതിനധികം പൈസ. A4 സൈസിനല്ലേ 20 rupees പറഞ്ഞേ? അത് തന്നെ. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടിയിരുന്നത്. ഇത് കുട്ടികളുടെ കൈ വളരെ സോഫ്റ്റ് ആണല്ലോ. മറ്റേ സാൻഡ് പേപ്പർ കുഴപ്പമുണ്ടാവില്ല. ഇത് കുറച്ചിങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കണ പോലെ എനിക്കിങ്ങനെ തോന്നുന്നു. അതിന്റെ ആ ഒരു പാർട്ടിക്കിൾസ് വിരലുകള് ചിലപ്പോ പോറല് വീഴാൻ സാധ്യത ഉണ്ട്. അതാണ് ചോദിച്ചത്. എനിക്കിത് ഹാർഡ്വെയർ ഷോപ്പിലാണല്ലോ കിട്ടുന്നത്. അപ്പൊ ഒരു പക്ഷേ ഈ ചില വാളുകളിൽ ഉരയ്ക്കാൻ കുറച്ചുകൂടെ റഫ് ആയിട്ടുള്ളത് വേണ്ടി വരുമായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം ഇത്. തിരിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? തിരിച്ചെടുക്കാൻ പറ്റുന്നത് ഹസ്ബൻഡിന്റെ വർക്ക്ഷോപ്പിൽ ഉള്ളതാണ്. ആണോ? ഓ, ശരി. 120 ഒക്കെ ഓരോ ബാച്ചിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടുവാണെങ്കിൽ പതുക്കെ അതിൽ വിരലൊന്ന് ഓടിച്ചു നോക്കിയിട്ടേ കുഴപ്പമില്ലാത്തൊരു റഫ്നെസ് ആണെങ്കിൽ അത് എടുത്താൽ മതി. ഓക്കെ, എന്ത് വർക്ക്ഷോപ്പാ? ചേട്ടന്റെ വെൽഡിംഗ് വർക്ക്ഷോപ്പാണ്. ഞാനേ കാർപെൻട്രി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് കുറെ കൂടെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത കൂടുതൽ മെറ്റീരിയൽസും വുഡ് കൊണ്ടുള്ളതായിരുന്നു, നാച്ചുറൽ വുഡ് കൊണ്ടുള്ളതായിരുന്നു കൂടുതലും. അതിന് ഭയങ്കര കോസ്റ്റുമാണ്. മീൻസ് ഓരോ പീസിനും 1000 മുകളിൽ 2000, 3000, 10,000 വരെയൊക്കെ ഉള്ള മെറ്റീരിയൽസ് ഉണ്ട്. 15,000. അപ്പൊ നമ്മുടെ പല ബാച്ചിലും ഇങ്ങനെ കാർപെൻട്രി വർക്ക്ഷോപ്പ് ഉള്ളവര് പല മെറ്റീരിയൽസും അവര് വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും കോസ്റ്റ് വരില്ലല്ലോ. അപ്പൊ നാച്ചുറലും ആണ്. അപ്പൊ നമുക്ക് ഓക്കെ, നമ്മള് വേറെ എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? വേറെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? ലാസ്റ്റ് ക്ലാസ് നമ്മള് ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തോ?
ഇല്ല മാം, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. കോസ്മെറ്റിക് വരെ മിസ് പറഞ്ഞു. നമ്മളുടെ എന്താ പറയാ സ്പെഷ്യൽ ബാച്ചിലെ നമ്മുടെ മണിപ്പൂരി കുട്ടികൾ അവരുടെ ബാച്ചിൽ സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ലാസ്റ്റ് 20 minutes ബ്രീഫിംഗ് മറന്നുപോയി. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, കാരണം അവർക്ക് ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയി, അതുകൊണ്ട് പ്രശ്നം ഉണ്ടായി. ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, എന്തോ പറ്റി. മോർണിംഗ് ചെറിയൊരു പ്രശ്നം അതായിരുന്നു, പക്ഷെ ശരിയായപ്പോ ഞാൻ വിചാരിച്ചു ക്യാമറ സെക്യൂരിറ്റി ഇഷ്യൂ കൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ മൊബൈലിൽ നിന്ന് ട്രൈ ചെയ്യാം കേട്ടോ. കാണാമോ? ക്ലിയർ ഉണ്ടല്ലോ അല്ലെ? വീഡിയോ ക്ലിയർ ആണ്. 2-3 ദിവസമായി ക്യാമറ എന്തോ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. എക്സ്റ്റേണൽ ക്യാമറയാണേ, ഇൻബിൽറ്റ് ക്യാമറ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതാണ് എക്സ്റ്റേണൽ വെച്ചത്. പക്ഷെ അത് ഇപ്പൊ 2 പ്രാവശ്യമായി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം. നോക്കട്ടെ. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് നമ്മൾ കടന്നു എന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനെസ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. നമ്മൾ ഓൾറെഡി ഹെൽത്തിനെ പറ്റി ഫസ്റ്റ് യൂണിറ്റിലെ കാര്യങ്ങൾ പറഞ്ഞു. ഹെൽത്തി ആയിരിക്കാൻ നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാത്രമല്ല, നമ്മൾ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ഭക്ഷണം കഴിച്ച് കസേരയിൽ മാത്രം ഇരിക്കുക, ബെഡിൽ തന്നെ കിടക്കുക, അതുകൊണ്ട് നമുക്ക് ഹെൽത്ത് ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നല്ലപോലെ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് വലിയ വീക്ക്നെസ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഒരു മിനിറ്റ് കൂടെ എനിക്ക് തരുമോ? കാരണം വെച്ചാൽ കോള് വന്ന പണി കിട്ടും. ഞാനൊന്ന് ഫോർവേഡ് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, എൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞോളാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ആവശ്യമുള്ളത് നമ്മുടെ ഏജ് അപ്രോപ്രിയേറ്റ്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെയോ അതുപോലുള്ള എക്സ്പേർട്ടുകളുടെയോ അഡ്വൈസ് വാങ്ങിച്ചിട്ട് വേണം നമ്മൾ അതുപോലുള്ള ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ. കൂടാതെ നമ്മൾ പലരും ജോലി ചെയ്യുന്നവരുണ്ടാവും, പഠിക്കാൻ പോകുന്നവരുണ്ടാവും, വീട്ടിലെ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ആ കാര്യങ്ങൾ വിത്തൗട്ട് വീക്ക്നെസ് ചെയ്യാനായിട്ട് പറ്റണം. അത് നമ്മുടെ ഒരു ഫിസിക്കൽ കമ്പോണന്റ് തന്നെയാണ് അല്ലേ? അപ്പൊ അതെല്ലാം ഇതുമായിട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഒരു ഓവറോൾ കാര്യങ്ങൾ തന്നെയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നെ നമ്മൾ പറഞ്ഞത് ഇത്രയും മാത്രം പോരാ. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. നമുക്ക് ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ശരി തന്നെയാണ്. ബട്ട് നമുക്ക് ആ സ്ട്രെസ് അല്ലെങ്കിൽ ആ പ്രഷേഴ്സിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോഴാണ് നമ്മൾ വെൽ ആയിരിക്കുകയുള്ളൂ അല്ലേ? നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും നമുക്കതിനെ മാനേജ്. സൗണ്ട് ക്ലിയർ അല്ല. ആണോ? എല്ലാവർക്കും ക്ലിയർ അല്ല? ക്ലിയർ ആണ് മാം. ഇപ്പൊ ക്ലിയർ ആയി. പിൻ ചെയ്ത് വെക്കാമോ? എന്നെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിൻ ചെയ്തെന്നറിയില്ല. എനിക്ക് പിൻ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഹോസ്റ്റലല്ലോ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ രാഖിയോ റിജോയോ ആരെങ്കിലും ഒന്ന് കേൾക്കുവാണെങ്കിൽ ഒന്ന് പിൻ ചെയ്യട്ടെ. പിന്നെ അതേ കൂടെ എനിക്ക് അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല. ഓക്കെ, ഫൈൻ. സോ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? യെസ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾക്ക് വെല്ലായിരിക്കണമെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട്, നമ്മൾ കൂടുതലും പോസിറ്റീവായിട്ടുള്ള സർക്കിളിൽ നമ്മളുടെ ലൈഫ് ടൈം സ്പെൻഡ് ചെയ്യുക. ഒട്ടും പറ്റില്ല എന്നുള്ള രീതി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യൂലേ? ബട്ട് നമ്മുടെ ഒരു ലിമിറ്റും കഴിഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് അങ്ങ് മാറുക. അതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ട കാര്യം. കാരണം നമുക്ക് ടെൻഷൻ മാത്രം തരുന്നിടത്ത് നമ്മൾ നിന്നിട്ട് കാര്യമില്ല. ചിലരെ പറയുന്നത് കേൾക്കാം, ചില ഫ്രണ്ട്സിനെ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കണം, അവരെ എപ്പോഴും പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കണം, പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവർ വഴക്കിടും. അങ്ങനത്തെ ടൈപ്പ് ഫ്രണ്ട്സ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഞാനൊരു
വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആളെ കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 2-3 മാസം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് കക്ഷിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്കൂൾ കാലഘട്ടത്തിലെ ഫ്രണ്ട്, വീടിനടുത്തുള്ള ഫ്രണ്ട്, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള ഫ്രണ്ട്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള ഫ്രണ്ട്, +2 അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ. അപ്പം അങ്ങനെ അവരെയൊക്കെ പറ്റി ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ലൈഫൊക്കെ ചേഞ്ച് ചെയ്തല്ലോ. മാരേജ് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കരഞ്ഞുകൊണ്ട് എന്നോട് പറയുകയാണ്, ഞാൻ വിചാരിച്ച അവരൊന്നുമല്ല എൻ്റെ ഫ്രണ്ട്. കാരണം അവരെ എപ്പോഴും ഇങ്ങനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കണം, പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, അവരെ എപ്പോഴും മീൻസ് അവർക്ക് എപ്പോഴും പ്രയോറിറ്റി കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെയൊക്കെയുള്ളൊരു ഫ്രണ്ട്സ് അത് ഫ്രണ്ട് അല്ല. അപ്പോഴാണ് എനിക്ക് നിന്റെ വില മനസ്സിലാകുന്നത്. കാരണം ഞാനെപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ, ആള് പറയുന്നതൊക്കെ കേൾക്കും. ആ ഫ്രണ്ട്സിനെയൊക്കെ പറ്റി ഭയങ്കര എൻഹാൻസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തൊക്കെ സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് ശരിക്കും കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുമായിരുന്നു ആളുടെ. അപ്പൊ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര ഹെഡേക്കായി എനിക്ക് മാറുവാണ്. അപ്പൊ നമ്മൾ ഈ ടോക്സിക് എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാട്ടോ. ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എല്ലാ ഇടത്തും വരും. ഏതൊരു ബന്ധങ്ങളിലും ടോക്സിക് റിലേഷൻസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മളുടെ ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വെൽനസ്. അപ്പൊ വെൽനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. മൊബൈലിൽ നിന്നായതുകൊണ്ട് എനിക്ക് സ്ക്രീൻ ഷെയർ ഇച്ചിരി പാടായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലെ ടെക്സ്റ്റ് ഉണ്ടോ? പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഇല്ല ഇല്ല ഓക്കെ, ഇല്ല മാം. ഒന്ന് പറയട്ടെ ഷെയർ ചെയ്യാനായിട്ട്. ചിലപ്പോൾ തന്നെ ഷെയർ ചെയ്യുമായിരിക്കും. അതുവരെ ഒന്ന് എനിക്ക് മെസ്സേജ് കാണേണ്ട താമസം. ഓക്കെ, അപ്പൊ അവിടെയാണ് നമുക്ക് ഹൈജീൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ ഈ ഹെൽത്ത് അറ്റൈൻ ചെയ്യുക, അപ്പോൾ ഹെൽത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു വന്നു. നമുക്ക് ഹൈജീൻ്റെ ഇമ്പോർട്ടൻസും, കാരണം വൃത്തി, പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ വീട്ടിലെ ഹൈജീൻ, വീടിന് ചുറ്റുമുള്ള ഹൈജീൻ, ഇതെല്ലാം ഇമ്പോർട്ടൻസ് ആണല്ലോ. എല്ലാവരും ചെയ്യുന്ന കാര്യം വീട് വൃത്തിയാക്കി വെക്കും, വേസ്റ്റ് മുഴുവൻ അപ്പുറത്തേക്ക് ഇടും. അപ്പോൾ അവിടെ കിടന്നാലും നമ്മളെ തന്നെ അത് ബാധിക്കുന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വരുന്നില്ല മനുഷ്യർക്ക്. അപ്പോൾ ആ വേസ്റ്റ് മാനേജ്മെന്റിന് ഇപ്പൊ പല രീതിയിലും പല അതോറിറ്റീസ് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ വേസ്റ്റ് മാനേജ് ചെയ്യാന്നുള്ളത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. കൊച്ചുകുട്ടികളെ നമ്മൾ ചെറുപ്പം തുടങ്ങി അത് ശീലിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ അവരും കാണിക്കും. വലിച്ചെറിയുക, അവിടെ ഇവിടെ ഇടുക, അതങ്ങനെയൊക്കെ അവരും ചെയ്യും. അപ്പൊ നമ്മൾ എന്താണോ കാണിക്കുന്നത് അതാണ് അവരെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എന്താ ടെക്സ്റ്റ് വരാത്തയാവും? കണ്ടിട്ടില്ല. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് യൂണിറ്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. അപ്പോൾ നമുക്കൊരു എയിം നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനൊരു മാർഗം ഉണ്ടാവും അല്ലേ? ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു മാർഗം ഉണ്ടാവില്ലേ? എന്ത് കാര്യമാണെങ്കിലും. എനിക്കൊരു ടീച്ചർ ആകണം, പക്ഷെ ആ ഒരു സമയത്ത് പറ്റിയില്ല, B.Ed എടുക്കാൻ പറ്റിയില്ല, അതിന് പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. റെഗുലർ ക്ലാസ്സിന് പോയിട്ട് ടീച്ചർ ആകാനായിട്ട് അതിനുള്ളൊരു സാഹചര്യം ഇല്ല. പിന്നെ പല പല ലിമിറ്റേഷൻസ് അങ്ങനെ വന്നപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയൊരു മാർഗമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയുള്ള കോഴ്സസ്. ടീച്ചറിന് മാത്രമല്ല, ഏതൊരു ജോബ് ആയാലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയുള്ള കോഴ്സസ് നമുക്ക് പല ഇടത്തുനിന്നും പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് തുടങ്ങി അല്ലേ? അപ്പം അങ്ങനെ നമ്മൾക്ക് എന്താണോ നമ്മളെ ലക്ഷ്യം സെറ്റ് ചെയ്ത് വെച്ചത് അതിലേക്കുള്ളൊരു മാർഗമായിരുന്നു നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ കോഴ്സ് എന്ന് പറയുന്നത്. സോ ഹെൽത്തിലേക്കുള്ള മാർഗം, അതായത് നമ്മുടെ ലക്ഷ്യം നല്ല ഹെൽത്ത് ആണെങ്കിൽ അതിലേക്കുള്ള മാർഗമാണ് ഹൈജീൻ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടും തമ്മിലുള്ള കണക്ഷൻസ് മനസ്സിലായോ? രണ്ടിന്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ഹൈജീൻ ഉണ്ടെങ്കിലാണ് ഹെൽത്ത് നമുക്ക് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, മെസ്സേജ് എനിവേ ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. പ്ലീസ് അഡ്ജസ്റ്റ് വിത്ത് മീ ആൻഡ് കോപ്പറേറ്റ് വിത്ത് മീ. അപ്പോഴത്തെ എനിക്ക് പറയാനുള്ളൂ.
കാരണം പ്രതീക്ഷിച്ച് നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോഴേക്കും മൈക്ക് ഓക്കെ ആയിരുന്നു. ഇനി പെട്ടെന്ന് ക്ലാസ്സിന്റെ ഇൻ ബിറ്റ്വീൻ എനിക്ക് ആ മൈക്ക് ശരിയാക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിവേ, താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു നെസസറി കണ്ടീഷനാണ്. കേട്ടിരുന്നാൽ മതി ടെക്സ്റ്റ് ഇല്ലാത്തവര്. പിന്നീട് നിങ്ങൾക്ക് PDF ഇട്ടിട്ടുണ്ടോ ഗ്രൂപ്പിലോ നിങ്ങളുടെ ചാനലിൽ ഉണ്ടോ PDF? പിന്നീട് വായിക്കാനാണ് ചോദിച്ചത്, വായിക്കാനായിട്ടുള്ള ഇല്ല മാം. പിന്നീട് അന്വേഷിക്കട്ടെ എന്താ ടെക്സ്റ്റ് വരാത്തെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു നെസസറി കണ്ടീഷനാണ്. ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരും, നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടും അല്ലേ. ഈവൻ ഒരു പനി, ഒരു കോൾഡ് വന്നാൽ തന്നെ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാ, ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ഒരു തുമ്മൽ, ചുമ, എന്ത് ചെറിയ അസുഖം, കൈയൊന്ന് മുറിഞ്ഞു, അത് ഉണങ്ങണ വരെ എന്തൊരു പാടാലേ. അവിടെ തന്നെ തട്ടും, മുടി അതിലൂടെ ഉടക്കും, ആകെ ബുദ്ധിമുട്ട്. വീട്ടില് ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ശരിക്കും അവർ വിഷമിക്കും. നീറും. റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല, കൈ നീറിയിട്ട് വയ്യ അല്ലെ. അപ്പൊ അങ്ങനത്തെ അവസ്ഥ. കാലിന് പറ്റിയാൽ എവിടെ നമുക്കൊരു ചെറിയ മുറിവാണെങ്കിൽ പോലും പറ്റിയാൽ നമുക്ക് അസ്വസ്ഥ. ഈവൻ എന്തിനൊരു മുഖക്കുരു വന്ന് പഴുത്താൽ പോലും നമ്മൾക്ക് അസ്വസ്ഥതയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു നെസസറി കണ്ടീഷനാണ്. അത് വലിയ ഒരു മനുഷ്യന് മാത്രമല്ല, ഒരു കൊച്ചു കുട്ടിയെ സംബന്ധിച്ച് ആ കുഞ്ഞു വളർന്നുകൊണ്ടിരിക്കുക, അവന്റെ ശരീരം മാത്രമല്ല മനസ്സും ബുദ്ധിയും എല്ലാം വളരുവാണ്. അപ്പൊ ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കണ്ടീഷൻ, നെസസറി കണ്ടീഷനാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ആവശ്യമില്ല, അത്യാവശ്യം. ഓക്കെ, അത് കുട്ടിയുടെ എല്ലാ ഡെവലപ്മെന്റിനെയും ബാധിക്കുന്നു. ശരിയായ രീതിയിലുള്ള പോഷകാഹാരങ്ങൾ കുട്ടിക്ക് കിട്ടിയില്ലെങ്കിലും അത് അവന്റെ വളർച്ചയെ ബാധിക്കും അല്ലെ. വല്ലാതെ അനീമിക്കാവും, പല പല അസുഖങ്ങൾ വരും, ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടും. ശരിക്കും ചെറുപ്രായത്തിൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടിക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും. കുറെ കൂടെ ഒരു 6 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ആ ഇമ്മ്യൂണിറ്റി പവർ വരുന്നത്. ആ ഇമ്മ്യൂണിറ്റി പവർ അവന് കിട്ടണമെങ്കിൽ, അത് ബൂസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കുട്ടിക്ക് കിട്ടണം. അത് മാത്രമല്ല, കുട്ടി അതുപോലുള്ള സാഹചര്യങ്ങളിൽ വളരണം. നല്ല ഒരു അന്തരീക്ഷത്തിൽ അല്ലെ, അവിടെ സന്തോഷം ഉണ്ടാവണം അവന് ആക്ടിവിറ്റീസ് ഉണ്ടാകണം, നല്ല ഭക്ഷണം കിട്ടണം, അവന് ആളുകളുടെ കെയറിങ് കിട്ടണം അല്ലെ, ലവ്, കെയറിങ് അവരെല്ലാം ആ കുട്ടിക്ക് കിട്ടണം. അപ്പോൾ അതാണ് ആ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഏറ്റവും സഹായം ചെയ്യുന്നത്. അത് മാത്രമല്ല, അവന്റെ ലാംഗ്വേജ്, നല്ലൊരു അന്തരീക്ഷത്തിൽ ആളുകളുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോഴാണ് അവനിൽ നല്ല ലാംഗ്വേജ് വരുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇതെല്ലാം പ്രസന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഫസ്റ്റ് പാരഗ്രാഫിലെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഒരു നെസസറി കണ്ടീഷനാണ് ഇത് ഹെൽത്ത് എന്ന് പറയുന്നത്. കുട്ടിയുടെ എല്ലാ മേഖലകളിലുള്ള ഡെവലപ്മെന്റ്, നമുക്കത് ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചാൽ കാണാൻ പറ്റും. പല രീതിയിലുള്ള ഫിസിക്കൽ, ശാരീരികമായിട്ടുള്ള ഡെവലപ്മെന്റ്, സോഷ്യൽ, ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യണം അല്ലെ കുഞ്ഞ്. അല്ലെങ്കിൽ കുട്ടി വല്ലാതെ ഉൾവലിഞ്ഞു പോകും, അങ്ങനെ പേടിയായിരിക്കും ആളുകളെ കാണുമ്പോൾ, തിരക്ക് കാണുമ്പോൾ, 2-3 ആൾക്കാരെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ ആകെ ടെൻഷൻ ആവാനായിട്ട് തുടങ്ങും. വളരെ ഒരു ഉൾവലിഞ്ഞ പ്രകൃതമായി പോകും. പിന്നെ കോഗ്നിറ്റീവ്, അവന്റെ ബുദ്ധിപരമായ വളർച്ച അല്ലെ, അവന്റെ ഇന്റലക്ച്വൽ ആ ഒരു വളർച്ച തുടങ്ങുന്നു. അതുപോലെ തന്നെ അവന്റെ അഫക്റ്റീവ് സൈക്കോമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് റിലേറ്റഡ്. ഓക്കെ, മൂവ്മെന്റ്, അതായത് കുഞ്ഞ് ജനിച്ച് കുറേ നാളുകളോളം അവൻ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് അല്ലെ. ഈവൻ അവന്റെ നോട്ടം വരെ ഉറയ്ക്കാൻ സമയമെടുക്കും. കുറച്ച് കഴിയുമ്പോഴാണ് നല്ലപോലെ ആ സോഷ്യൽ സ്മൈല് വരുന്നത്, നന്നായി ചിരിക്കാൻ തുടങ്ങുന്നത്, ആളുകളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങുന്നത്. പിന്നെ അവർക്ക് ലാംഗ്വേജ് ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഒരു ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും, കൈകൊണ്ട് പല ഇത് കാണിക്കും, കാല് വെച്ച് കാണിക്കും. ഒരു 3 months ഒക്കെ ആവുമ്പോഴേക്കും കമിഴ്ന്ന് വീഴാനായി തുടങ്ങും. അപ്പൊ അവന്റെ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യും, കമഴ്ന്ന് വീഴുന്നു അല്ലെ. ഇങ്ങനെ കുഞ്ഞിന്റെ വളർച്ച ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും വീട്ടിലുള്ളവർ. കമഴ്ന്ന് വീണു. പിന്നെ പതുക്കെ ഇരിക്കാനായിട്ട് ശ്രമിക്കും, പിന്നെ പിടിച്ച് നിൽക്കാനായിട്ട് നോക്കും, നടക്കാൻ നോക്കും. കുറെ കഴിയുമ്പോൾ കുറേ ദൂരം നടക്കും, സ്റ്റെപ്പ് പിടിച്ചു കയറാൻ നോക്കും അല്ലെ, ഓടാൻ തുടങ്ങും. അങ്ങനെ കുട്ടിയുടെ മൂവ്മെന്റ്സ്, വലിയ മസിൽസിന്റെ മൂവ്മെന്റ്സ് ആണ് ആദ്യം നടക്കുന്നത് അല്ലെ. വലിയ മസിലാണ് അവിടെ മൂവ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ എന്നല്ല, എല്ലാ മനുഷ്യർക്കും ലാർജ് മസിൽസും ഉണ്ട്, സ്മോൾ മസിൽസും ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ ലാർജ് മസിൽസും ഉണ്ട്, സ്മോൾ മസിൽസും ഉണ്ട്. ലാർജ് മസിൽസ് ആണ് ആദ്യം ഡെവലപ്പ് ആകുന്നത്. കുട്ടികളിലെ സ്മോൾ മസിൽസ് ആണ് പിന്നീട് ഡെവലപ്പ് ആകുന്നതെന്ന് പറയാൻ കാരണം എന്താ?
കുട്ടികൾക്ക് യെസ് അരീന എന്തെങ്കിലും പറയാമെന്നോ പ്ലീസ്? സിൻസി എന്തെങ്കിലും പറയാമെന്നായിരുന്നു? അതായത് കുട്ടികളെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിപ്പോ ഒരു സാധനം അവരെടുക്കുന്നു. അതെടുക്കുന്നത് ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. പക്ഷെ അത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, കയ്യിൽ നിന്ന് വിട്ടുപോകും. അത് മറ്റേ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അതായത് കുട്ടികൾ എന്നല്ല എല്ലാവർക്കും 2 തരം മോട്ടോർ സ്കിൽസ് ആണുള്ളത്. മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റ് റിലേറ്റഡ് ആണ് കേട്ടോ. MOTOR ആണ്. 2 തരം മോട്ടോർ സ്കിൽസ് ആണുള്ളത്. ഒന്ന് ഗ്രോസ് മോട്ടോർ സ്കില്ലും മറ്റൊന്ന് ഫൈൻ മോട്ടോർ സ്കിൽസും. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് മസിൽസുമായിട്ട് റിലേറ്റഡ് ആണ്. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ മസിൽസുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, നമ്മൾ അത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം. നമ്മൾ കുഞ്ഞുങ്ങൾ ആദ്യമേ തന്നെ അവരാ തൊട്ടിലിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ബെഡിൽ കൂടുതൽ അവർക്ക് തന്നെത്താനൊന്നും ചെയ്യാൻ പറ്റാത്ത കുഞ്ഞു പ്രായമുണ്ടല്ലോ, 1 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ അവർക്ക് ഫസ്റ്റ് വാങ്ങുന്ന ടോയ് ഏതാണ്? അല്ലെ, കിലുക്കാൻ പറ്റി. എന്നുവെച്ചാൽ അതിന് പല ഉദ്ദേശമുണ്ട്. കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുവെച്ചാൽ അതിന്റെ ഓഡിയോ ഹിയറിംഗ് കറക്റ്റ് ആണോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ്. അപ്പൊ അതിലേക്ക് കുട്ടി ശ്രദ്ധിക്കാൻ തുടങ്ങും അല്ലെ. കുറച്ച് കഴിഞ്ഞ് ഇവരിങ്ങനെ കമിഴാൻ തുടങ്ങുമ്പോഴാണ് കമിഴ്ന്ന് നീന്താൻ തുടങ്ങും അല്ലെ. മുന്നിൽ കാണുന്നതൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് നോക്കും. അപ്പൊ ഇവര് ആദ്യം കയ്യിലെടുക്കണം, ഇവർ ആദ്യം കാണുന്ന ഈ ടോയ് അവരെടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമുക്ക് കാണാം അവരത് എടുക്കും, അവരുടെ കൈ താഴെ വീഴും, എടുക്കും, കൈ താഴെ വീഴും. അവർക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പൊ സിനി പറഞ്ഞത്, ആ ഹോൾഡിങ് കപ്പാസിറ്റി അവർക്കായിട്ടില്ല കുഞ്ഞു പ്രായത്തില്. അവരുടെ വലിയ മസിൽസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. അവർ കമിഴുന്നു, എഴയുന്നു, അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്. നടക്കാൻ തുടങ്ങുന്നത് വരെയൊക്കെ അവരുടെ വലിയ മസിൽസ്, കാലിന്റെ ഒക്കെ മസിൽസ് വലുതാണല്ലോ, കൈയുടെ മസിൽസ് ഒക്കെ. അപ്പം അതെല്ലാം ഡെവലപ്പായി, ആദ്യമേ തന്നെ ഡെവലപ്പായി വരുന്നു. പക്ഷെ അവരുടെ ആ ഒരു ടോയ്, ഒരു ചെറിയ ടോയ് അവർക്ക് കുറച്ച് സമയം പോലും കയ്യില് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. അതാണ് അവരുടെ ഫൈൻ മോട്ടോ സ്കിൽസ്. ലാർജ് മസിൽസിന്റെയാണ് ഗ്രോസ് മോട്ടോ സ്കിൽസ് നമ്മൾ പറയുന്നത്. ഈ സ്മോൾ മസിൽസ് എന്തെങ്കിലും കാര്യം എടുക്കുന്നത് അവരുടെ ഗ്രോസ് മോട്ടോ സ്കിൽ. പക്ഷെ അതിനെ കുറേ സമയം അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നത് അവരുടെ ഫൈൻ മോട്ടോ സ്കിൽസ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ ഒരു 3 വയസ്സ് 2.5 വയസ്സ് കഴിയുമ്പോൾ എന്ന് തന്നെ പറയാല്ലേ, അല്ലെങ്കിൽ 3 വയസ്സാകുമ്പോഴാണ് അവർ പെൻസിൽ പിടിച്ച് എഴുതാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് ആ തുടങ്ങുന്ന സമയത്ത് പോലും കുറച്ച് കഴിയുമ്പോൾ അവരുടെ കൈ കഴിക്കും. ശരിയല്ലേ? കുറെ സമയം കണ്ടിന്യൂസ് അവർക്ക് എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അവർക്ക് എക്സാമുകൾ ഇല്ലല്ലോ സാധാരണ ക്ലാസ്സുകളിലെ പോലെ. കുറച്ചും കൂടെ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ 2 മണിക്കൂറോ ഒക്കെ വരുന്ന എക്സാമുകൾ അവർ എഴുതുന്നില്ല. അവർക്കെല്ലാം ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആണ് ചെറിയ ക്ലാസ്സുകളിൽ. നമ്മൾ ആ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കാനാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ പീരീഡിനകത്ത് ഒരു പീരീഡ് ഇപ്പോൾ അവർക്ക് മാത്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പീരീഡ് വല്ല ഡ്രോയിങ്ങോ അല്ലെങ്കിൽ മ്യൂസിക്, ഡാൻസ്, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കും. കാരണം അവരുടെ ആ ഒരു ഏജിൽ അവർക്ക് കൂടുതലും ആക്ടിവിറ്റീസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മള് ചെറുതായിരുന്നപ്പോഴും നമ്മൾക്ക് ആദ്യം പേന തന്നില്ല. കാരണം പേന പിടിക്കാനുള്ള രീതിയിൽ നമ്മളുടെ ഈ വിരലുകളിൽ ചെറിയ മസിൽസ് ആണ്, അത് ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ ആദ്യം കൊടുക്കുന്നത് പെൻസിൽസ് ആണ് അല്ലെ. എനിക്ക് നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. പണ്ടൊക്കെ ഞാനൊക്കെ 2 രീതിയിലുള്ള പെൻസിൽ, കല്ലു പെൻസിൽ എന്നൊക്കെ നമ്മളൊന്ന് പറയുമായിരുന്നു, സ്ലേറ്റിനൊക്കെ യൂസ് ചെയ്യുന്നത്. കന്യാകുമാരി പോകുമ്പോൾ നമുക്ക് ഒരു തരം പെൻസിൽ കിട്ടുമായിരുന്നു, ഒരു കൊച്ചു പെൻസിൽ. അതൊക്കെയായിരുന്നു അന്ന് ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. ഇത് ഹോൾഡ് ചെയ്യാം, അപ്പോഴും ഓർത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളുടെ കൈ കഴിച്ചിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ ആ കുഞ്ഞ് അതാണ് ഈ സൈക്കോ മോട്ടർ എന്ന് പറയുന്നത്. അവരുടെ മൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ലാംഗ്വേജ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിക്ക് മാത്രമാണ് ഈ ഡെവലപ്മെന്റ് കറക്റ്റ് രീതിയിൽ പോവുള്ളൂ. അതേസമയം അവന് പോഷകങ്ങൾ ഉള്ള ഭക്ഷണങ്ങൾ കിട്ടാതിരിക്കുകയാണ്, അവന് വേണ്ടത്ര ആക്ടിവിറ്റീസ് കിട്ടുന്നില്ല, നല്ലൊരു അന്തരീക്ഷത്തിലല്ല ആ കുട്ടി വളരുന്നതെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് പോഷകക്കുറവുള്ളൊരു കുട്ടിയായി വരും. അവനൊന്നും സംസാരിക്കില്ല, ചിലപ്പോൾ എപ്പോഴും സ്ലീപ്പി ആയിട്ടിരിക്കും. ചില കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ വന്നിട്ട് ഭയങ്കര സ്ലീപ്പി ആയിട്ട്
ഇങ്ങനെ ഒരു ഭാഗത്ത് വെച്ച് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കണം നമ്മൾ കണ്ടിട്ടില്ലേ? അവരുടെ കൈകാലുകളൊക്കെ വളരെ ശോഷിച്ചതായിരിക്കും, കണ്ണൊക്കെ ഇങ്ങനെ കുഴിയിലായിരിക്കും, എപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുന്ന പോലെ കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പോഷകക്കുറവ് മൂലം സംഭവിക്കുന്ന ഒരു ഗ്രേറ്റ് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അതൊരു കംപ്ലീറ്റ്ലി ആക്സെപ്റ്റഡ് ഡേറ്റയാണ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സൗണ്ട് സ്ലീപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നല്ല സുഖകരമായ ഉറക്കം. ഇവിടെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വെരി ബെസ്റ്റ് എന്നുള്ള മീനിങ്. നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള ശരീരം രണ്ടും കണക്റ്റഡ് ആണ്, കോംപ്ലിമെന്ററി ആണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല എന്നൊരവസ്ഥ. ഓക്കെ, ഞാനതിപ്പോൾ ഷെയർ ചെയ്യുന്നത് വരെ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് ഫിലോസഫറാണ്. അദ്ദേഹം ഒരു പോളിമാത്താണ്. പോളിമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല വിഷയങ്ങളിൽ വളരെയധികം നോളജ് ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മാക്സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയില്ലേ, ആക്സിയം പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയില്ലേ, എഴുതപ്പെട്ട ചില കാര്യങ്ങൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന എഴുതപ്പെട്ട ചില തത്വങ്ങൾ നമ്മൾ പറയില്ലേ, അതാണ് മാക്സിം എന്ന് പറയുന്നത്. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, അതായത് ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി എന്ന് പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞതാണ്, അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ്, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ഗ്രീക്ക് ഫിലോസഫറാണ്, പോളിമാത്താണ്. അദ്ദേഹത്തിന് ഭയങ്കരമായ നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ ഓക്കെ 2 പാരഗ്രാഫ്സ് ആരെങ്കിലും വായിക്കാമോ? ഇത് ഷെയർ ചെയ്യുന്നവരെ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ഞാൻ വായിക്കാം. Health and hygiene. Health is a necessary condition for the development of the child. All types of development of child, physical, social, cognitive, affective, physicomotor, language, etc., are affected by his health. Aristotle's maxim, sound mind in a sound body, is a completely accepted idea. Health can be defined as 1 or 2 sentences. According to expert, health is not in which an individual is free from any disease. Here comes in the role of health education. Health nothing but another name of hygiene. The word hygiene has been derived from in the Greek word name of Greek goddess of healing, and it means health. In a knowledge of on health and hygiene, children to achieve and maintain good health and hygiene habits by themselves as well as in the society. Okay, ma'am. ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്. ഇപ്പം ഹെൽത്തിനെ കുറിച്ച് ഫസ്റ്റ് നമ്മൾ പാരഗ്രാഫ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി, ദാറ്റ് ഈസ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വളരെ കറക്റ്റുമാണ്. ഹെൽത്തിനെ നമുക്ക് വേണമെങ്കിൽ 1 or 2 സെന്റൻസിൽ ഡിഫൈൻ ചെയ്യാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിന് കൊടുത്ത ഡെഫിനേഷൻ ഒരു ഹെൽത്ത് ട്രയാങ്കിളിലൂടെയാണ്. നമ്മൾ ലാസ്റ്റ് യൂണിറ്റ് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 സൈഡ്സ് ഉണ്ട്. യെസ്, പറഞ്ഞല്ലേ. അതായത് ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ഹെൽത്ത്, ഈ 3ന്റെയും ബാലൻസ് ആണെന്ന് പറഞ്ഞു ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ, അതായത് ഒരാള് ഡിസീസിൽ നിന്നെല്ലാം ഫ്രീ ആണ് എന്ന് മാത്രമല്ല ഹെൽത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ആവശ്യം വരുന്നത്. അത് ഹെൽത്ത് എന്ന് പറയുന്നത് അനദർ നെയിം ഓഫ് ഹൈജീൻ. ഒരു ഗ്രീക്ക് ഗോഡസ് ഉണ്ടായിരുന്നു, ഹൈജീയ എന്നാണ് അവരുടെ പേര്, HYGIEA. ഒരു വേർഡ് അവിടെ വിട്ടുപോയതാ. ഒരു ഗ്രീക്ക് ഗോഡസ് ഉണ്ട്, അവര് ഹെൽത്ത് ആൻഡ് ഹീലിംഗ്, അതിൻ്റെ ഒരു ഹെൽത്ത് ആൻഡ് ഹീലിംഗിന്റെ ഗോഡസ് ആണ്. ഗ്രീക്കിൽ അങ്ങനെ കുറേ പേരുകളുണ്ടല്ലേ, ഓരോന്നും റിലേറ്റഡ്. ഈ ഹൈജിയയുടെ അച്ഛൻ അറിയപ്പെട്ടിരുന്നത് ഗോഡ് ഓഫ് മെഡിസിൻസ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഗോഡ് ഓഫ് മെഡിസിൻസ് എന്നാണ് ഹൈജിയയുടെ അച്ഛനെ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ മകളാണ് ഹൈജിയ, അവരെ ഗോഡസ് ഓഫ് ഹീലിംഗ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഹൈജീൻ എന്നൊരു വാക്ക് ഡിറൈവ് ചെയ്തത്. HYGIEA, അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആ ഗ്രീക്ക് ഗോഡസിന്റെ പേര് ഹൈജിയ എന്നായിരുന്നു. അവരുടെ ആ ഒരു പേരിൽ നിന്നാണ് ഹൈജീൻ എന്നൊരു വേർഡ് ഡിറൈവ് ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചും
ഒരു നോളജ് വേണം അല്ലെ. അതപ്പോ കുട്ടികൾക്ക് ചെറുപ്പം തുടങ്ങിയേ നമ്മൾ പകർന്നു കൊടുക്കണം. ഓക്കെ, അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം തുടങ്ങിയ നമുക്കറിയാം, ഒരു വയസ്സ് വരെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുട്ടികളാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. ലെറ്റ് ദം, അവർ ചെയ്യട്ടെ, അവർ ഇൻഡിപെൻഡന്റ് ആകണം. ആ ഒരു ഏജിലേ അവർ കാര്യങ്ങൾ തന്നെ ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാലാണ് അവർ ഇൻഡിപെൻഡന്റ് ആകുള്ളൂ. പക്ഷെ നമ്മളുടെ ഒബ്സർവേഷൻ വേണം, നമ്മൾ ശ്രദ്ധിക്കണം അവര് ഹൈജീൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ. ക്ലിപ്പിയസ്, ഓക്കെ ഓക്കെ, താങ്ക് യു. ഗോഡ് ഓഫ് മെഡിസിൻ ആളുടെ പേര് പറയാം. നമ്മൾ ചില ഗ്രീക്ക് വേർഡൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല ഫാദറിന്റെ പേര്. ഓക്കെ, അപ്പൊ ഹൈജിയുടെ അച്ഛൻ അക്ലീപിയസ് അല്ലേ. ഓക്കെ, ഗോഡ് ഓഫ് മെഡിസിൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മെസ്സേജ് വന്നു, അത് കണ്ടിട്ട് പറഞ്ഞാണ്. ആരായിരുന്നു പെട്ടെന്ന് കണ്ടില്ല പേര്. ഓക്കെ, ഷെയർ ചെയ്തത് ആരാധന പെട്ടെന്ന് പേര് കണ്ടില്ല. എന്നാൽ അത് മൊബൈലിൽ മുഴുവനും ശരിക്കും കാണാൻ പറ്റില്ലല്ലോ, ചെറിയ സ്നേഹ. സ്നേഹം. ജിതിൻ എന്തോ ആണോ പ്രൊഫൈലിൽ കിടക്കണേ? ആണുള്ളത്. ഓക്കെ 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 സ്നേഹ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിറൈവ് ചെയ്തതാണ് ഹൈജീൻ. നമുക്കിപ്പോ ഇമ്പോർട്ടൻസ് അതൊന്നും അല്ല, നമ്മൾക്ക് ഈ ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചുള്ള നോളജ് നമ്മൾക്കും നല്ലപോലെ ഉണ്ടാവണം, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ പോകും. നമ്മുടെ റോൾ എന്താ? നമ്മളുടെ വീട്ടിൽ ആസ് എ പാരന്റ് ആണ്, പിന്നെ വീട്ടിലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. വീട്ടിലെ കുറേ കാര്യങ്ങൾ നമ്മളുടെ കയ്യിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഓരോരുത്തരും വളരെ ഹൈജീനായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ഒന്നാമത് മഴക്കാലാണല്ലേ. ഞാൻ താമസിക്കുന്ന വീടിന് ചുറ്റുമുള്ള പലരും, ഞാനിപ്പം ഇവിടെ പുതിയതായി വീട് വെച്ചാണ്, അതുകൊണ്ട് നമ്മൾ റോഡ് ലെവലിൽ നിന്ന് ലെവലിനോളം ഏകദേശം അത് പൊക്കത്തിലാണ്. പക്ഷെ മറ്റുള്ള വീടുകളൊക്കെ നല്ല താഴ്ചയിലാണ്. അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കുളം പോലെ കെട്ടിക്കിടക്കുക, കാരണം കണ്ടിന്യൂസ് മഴയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവരൊക്കെ അങ്ങനെ പറയുമായിരുന്നു, ഭയങ്കര കൊതുകും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറങ്ങുന്നത് തന്നെ ഈ വെള്ളത്തിലേക്കല്ലേ, കാനും വെള്ളവും മിറ്റും എല്ലാം കൂടെ ചേർന്നിട്ട് ആകെ ഭയങ്കര ബുദ്ധിമുട്ട്, കാലൊക്കെ ചൊറിയുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ എനിക്കിവിടെ നോക്കുമ്പോഴേ കാണുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നും. അങ്ങനെ വെള്ളം കുറെ കെട്ടിക്കിടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പം ഭയങ്കര മണവും വരുന്നു. നിറയെ പുല്ലൊക്കെ ആ വെള്ളത്തിൽ ഇങ്ങനെ ചീഞ്ഞിട്ട് അങ്ങനെ സ്മെല്ലും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ, സോ അപ്പം ഇതിൻ്റെ ഒരു നോളജ് നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കണം. അപ്പം നമ്മളുടെ റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം നമ്മൾ വീട്ടിലുമുണ്ട്, നാളെ അല്ലെങ്കിൽ ഇപ്പോഴും സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ടാകും. അപ്പൊ അവിടെ ഒന്നോ രണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളല്ല ഉള്ളത്, കുറേ കുട്ടികളാണ്. അവർക്ക് നമ്മൾ ഇതിൻ്റെ ഒരു അവയർനെസ് നമ്മളുടെ ഭാഗത്തുനിന്ന് വരണം. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പല രീതിയിലുള്ള റൈംസ് എഴുതിപ്പിക്കും. അത് റെക്കോർഡ് ബുക്കിലാണ് കേട്ടോ. ഈ റൈംസ് എഴുതിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം വെറുതെ കുറെ എഴുതി വെച്ച് മാർക്ക് തരാൻ വേണ്ടിയിട്ടല്ല. നമ്മൾക്ക് അതെല്ലാം ഉപയോഗിക്കാൻ പറ്റണം കുഞ്ഞുങ്ങളുടെ അടുത്ത്. ആ റൈംസിനകത്ത് ആൽഫബറ്റ് റൈംസ് ഉണ്ട്. ആൽഫബറ്റ്സ് ഈസി ആയിട്ട് അവരെ പഠിപ്പിക്കാൻ പറ്റുന്ന റൈംസ് ആയിരിക്കണം. നമ്പർ റൈംസ് ഉണ്ട്, നമ്പേഴ്സ് പഠിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കണം. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഹെൽത്തി ഹാബിറ്റ്സ് ഒരു കൊച്ചിന് 3.5 വയസ്സ് 4 വയസ്സുള്ള കുട്ടിയെ വിളിച്ചിട്ട് നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനേക്കാളും ത്രൂ ആക്ഷൻസ് ഒരു റൈമിലൂടെ പറയുമ്പം ആ കുട്ടിക്ക് പെട്ടെന്ന് അത് ഉള്ളിലേക്ക് കിട്ടും. അവൻ വീട്ടിൽ ചെന്ന് ആ ത്രൂ ആക്ഷൻ ആ റൈം വീട്ടിലും പ്രസന്റ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന അവയർനെസ് അതൊരു ആക്ഷൻ സോങ്ങിലൂടെ ആണെങ്കിൽ കൂടിയും ആ കുട്ടിയുടെ ഉള്ളിൽ പെട്ടെന്ന് അത് മനസ്സിലായി അവനത് നേരെ അവൻ്റെ വീട്ടിൽ ചെന്ന് അത് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു 30 കുട്ടികൾ 30 ഫാമിലിയിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് ശ്രദ്ധിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും പാരൻസിന്. അവർ സ്കൂളിലൊക്കെ പോയിട്ട് എന്ന് ഓരോന്ന് പറയുന്നത് കേൾക്കാനായിട്ട് പാരൻസിനും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവയർനെസ് നമ്മളൊരു ഫാമിലിയിൽ കൊടുക്കുന്നു. അങ്ങനെ കുറേ ഫാമിലിയിലേക്ക് പോകുന്നു. അപ്പൊ അതൊരു സൊസൈറ്റിയിൽ മുഴുവനല്ലേ സ്പ്രെഡ് ആവുന്നേ. അപ്പൊ സ്കൂളിൽ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞു വന്നത്. അവിടെ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മുടെ റോളും, കാരണം കുഞ്ഞ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് സ്കൂളിലാണല്ലേ. വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിക്കും, ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും, ഭക്ഷണം കഴിക്കും, പിന്നെ ഉറങ്ങും. അപ്പൊ ഏറ്റവും കൂടുതൽ സമയം കുട്ടി ആക്റ്റീവ് ആയിരിക്കുന്നത് സ്കൂളുകളിലാണ്. അവിടെ അപ്പോൾ കുഞ്ഞിന് ഏറ്റവും നല്ല കാര്യങ്ങൾ പകർന്നു കൊടുക്കാനായിട്ട് പറ്റണം. അപ്പൊ അവിടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും കൂടുതലുണ്ട്. ഈ കുഞ്ഞുങ്ങളല്ലേ നാളെ വലുതാവുമ്പോൾ സൊസൈറ്റിയിലേക്ക് നല്ല ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് ഇറങ്ങേണ്ടത്. അപ്പം അതുകൊണ്ടാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയും വരുന്നത്. പ്രീ സ്കൂൾ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് അവർ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യും. അവരുടെ ഡെവലപ്മെൻറ്റ് ഭയങ്കര ഫാസ്റ്റാണ് ആ ഒരു ടൈമിൽ.
എല്ലാ ഏരിയയിലെ ഡെവലപ്മെന്റും വളരെ ഫാസ്റ്റാണ്. ഒരു 3 to 6 ഇയേഴ്സിൽ അപ്പൊ കിട്ടുന്നത് അവരുടെ ലൈഫ് ലോങ് അടിത്തറയായിരിക്കും, ബേസ് ആയിരിക്കും. അപ്പം നമ്മൾ നല്ലത് തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണ്ടേ. ഈവൻ ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾക്ക് അതിനനുസരിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ടെങ്കിലല്ലേ ഈ കുട്ടികൾക്ക് നമുക്ക് അതുപോലെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മറിയ മോണ്ടിസോറി 3 to 6 ഇയേഴ്സിലെ കുട്ടികളെ ഫോക്കസ് ചെയ്തത്. കാരണം മോണ്ടിസോറിക്ക് മനസ്സിലായി ആ ഒരു ഏജില് കുഞ്ഞുങ്ങൾക്ക് എന്താണോ പകർന്നു കൊടുക്കുന്നത് അത് ഒരു അഡൾട്ട് ആകുന്നവരെയും അവരുടെ കൂടെ ഉണ്ടാവും. ആ ഒരു ഏജിൽ അവർക്ക് കിട്ടുന്നത് വെച്ചിട്ട് ആഫ്റ്റർ 6 ഇയേഴ്സ് അവർ ഏത് ടൈപ്പ് സ്കൂളിൽ പോയാലും അവർ ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞു. ഫുള്ളി അവരാരെയും ഡിപ്പെൻഡ് ചെയ്യില്ല. സെൽഫായിട്ട് അവർക്ക് എല്ലാം ചെയ്യാനായിട്ട് പറ്റും. എന്ത് ടൈപ്പ് എഡ്യൂക്കേഷൻ ആണെങ്കിലും അവരത് നല്ല രീതിയിൽ അവർക്ക് പഠിക്കാനായിട്ട് പറ്റും. അവർക്ക് കാര്യമായ സപ്പോർട്ട് ഇല്ലെങ്കിൽ കൂടിയും അവർക്ക് തന്നെ ചെയ്യുന്നൊരു രീതിയാകും. അവരുടെ എല്ലാ സ്കിൽസും ഇമ്പ്രൂവ് ആയിട്ടിരിക്കുക, ഡെവലപ്പ് ആയിരിക്കുക, അവരുടെ ക്രിയേറ്റിവിറ്റി കൂടി വരും ആ ഒരു ഏജിൽ. അതാണ് 3 to 6 ഇയേഴ്സിലാണ് കുട്ടികൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ, മോണ്ടിസോറി സ്കൂളിൽ ചേർക്കപ്പെടുന്നത്. ഓക്കെ, വീടുകളിലും ആ ഒരു ടൈമിൽ കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല രീതിയിൽ ത്രൂ ആക്ടിവിറ്റിയിലൂടെ അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു അക്കാദമിക്സിലേക്ക് ചെല്ലുമ്പോൾ, അതായത് ടോപ്പ് ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴേക്കും അവർ നല്ല നല്ല പെർഫോമൻസ്, അത് അക്കാദമിക്സ് മാത്രമല്ല അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലും അവർ ഭയങ്കര എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോകും. പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ കാര്യങ്ങൾ ചെയ്യും. ചെയ്യുന്നത് മാത്രമല്ല വേറൊരാളെ ഉപദ്രവിക്കുകയില്ല. ചുറ്റുമുള്ള കാര്യങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെയാണ് അവരുടെ വളർച്ച. അതാണ് മോണ്ടിസോറി മെത്തേഡിലൂടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് മറിയ മോണ്ടിസോറി മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നോ? വേൾഡ് വാർ വന്നതിൻ്റെ വിഷമങ്ങൾ കണ്ട് നല്ലൊരു ജനസമൂഹത്തെ നമ്മുടെ ലോകം മുഴുവനും ഉണ്ടാക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അഡൾട്ട്സിൽ അത് ചെയ്തിട്ട് കാര്യമില്ല എന്നവർക്ക് മനസ്സിലായി. നമ്മൾ കാർന്നോമാർ പറയുന്ന പോലെ കതിരിന്മേൽ പോയി വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്ന പോലെ, അതുകൊണ്ടാണ് അവർ കൊച്ചുമക്കളിൽ ഇത് ആണ് ഏറ്റവും നല്ലത്. അവരത് സ്പെഷ്യൽ കുട്ടികളിൽ ആദ്യം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല റിസൾട്ട് വന്നപ്പോഴാണ് അവരിത് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾക്ക് മനസ്സിലായി ഹെൽത്തിന്റെയും ഹൈജീന്റെയും ഇമ്പോർട്ടൻസ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല. ഇതിലേക്ക് പോകണമെങ്കിൽ അസുഖങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല ഇതെന്ന് പറയുന്നത്, വേറെയും പല കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ എങ്ങനെ നമുക്ക് നല്ലൊരു ഹൈജീൻ, നല്ലൊരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ആ ഹെൽത്ത് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്, സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അത് നമ്മൾക്ക് നല്ലൊരു ഹെൽത്ത് വേണം. ഇപ്പം കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ജീവിക്കണം, ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. അപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്ന് പറയാമോ? നല്ല അസുഖങ്ങളൊന്നുമില്ലാതെ, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. Exercises, ma'am. Exercises. Okay, then Good sleep. Personal hygiene, yes, personal hygiene, good sleep, food hygiene, yes, food hygiene. പിന്നെ നമ്മുടെ environment. എൻവയോൺമെന്റ്. ഓക്കെ, ശരീരത്തിന് ആവശ്യമില്ലാത്ത ചില സാധനങ്ങളൊക്കെ ഒരു രസത്തിന് വേണ്ടി ചില ആളുകളെ സ്റ്റാർട്ട് ചെയ്യും, അതൊക്കെ ഒഴിവാക്കുകയും വേണം അല്ലേ? സബ്സ്റ്റൻസ്, ടുബാക്കോ, യെസ്. ഓക്കെ, ഇപ്പൊ താഴെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒരു 6 പോയിന്റ്സ് ബുള്ളറ്റ് പോയിന്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഏതെല്ലാം കാര്യങ്ങളാണ് എന്ന് വരുന്നത്. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ ശരിക്കും നമുക്ക് എന്താ തരുന്നത്? നമ്മളെ മനസ്സിലാക്കിക്കുന്നു ഹെൽത്തിന്റെ വാല്യൂ. അല്ലാണ്ട് ചുമ്മാ എന്തോ ഒരു അവയർനെസ് അല്ല, ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കിക്കുന്നു. അതുകൂടാതെ അതിന്റെ പേഴ്സണൽ സോഷ്യൽ ഇമ്പോർട്ടൻസ്, അത് ഒരു ആസ് ആൻ ഇൻഡിവിജ്വൽ അതിനെന്താണ് ഇമ്പോർട്ടൻസ് ഉള്ളത് മനസ്സിലാവുന്നു. പിന്നെ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പോർട്ടൻസ്, നമ്മുടെ ആ സൊസൈറ്റി, അങ്ങനെ ഓരോ
വ്യക്തികളും ഇൻഡിവിജ്വലും ഞാൻ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാട് നന്നായിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അങ്ങനെ കുറേ ഇടങ്ങൾ നന്നായി വരും. അപ്പൊ അത് ലോകം മുഴുവനും ആ ഒരു രീതിയിലായി മാറും. ഇത് എൻ്റെ വീട്ടിൽ മാത്രം എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോഴാണ് ചുറ്റുപാടും വൃത്തികേടാവുന്നത്. ഒരു വീഡിയോ കണ്ടു, ക്രിയേറ്റഡ് ആണ്, പക്ഷെ എന്നാലും മെസ്സേജ് നല്ലതായിരുന്നു. അതായത് ഒരാള് ക്യാൻസറായിട്ട്, ലങ്സ് ക്യാൻസറായിട്ട്, പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല നിങ്ങളോട്, ലങ്സ് ക്യാൻസറായിട്ട് ഡോക്ടറെ കാണുന്നു. അപ്പം വല്ലാത്ത അവസ്ഥ എന്നുവെച്ചാൽ ബുദ്ധിമുട്ടായി, ആളുടെ ലൈഫ് ഓൾമോസ്റ്റ് തീരാറാവുന്ന അത്ര അവശതയായി. അപ്പൊ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഞാൻ സ്മോക്ക് ചെയ്യൊന്നുമില്ല, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഈ ലങ്സ് ക്യാൻസർ വന്നതെന്ന്. അപ്പം ആൾക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, റിച്ചുമാണ്. പക്ഷെ പുള്ളി ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇതുപോലെ കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് കൊടുക്കില്ല. 50 രൂപ കൊടുക്കണുള്ളൂ. ആ കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് കൊടുക്കില്ല. അതിന് പകരം എനിക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ട് കൂട്ടിയിട്ട് കത്തിക്കും. കത്തിക്കുമ്പോൾ ഇയാൾ അവിടെ നിന്ന് കത്തിക്കുമല്ലേ, അപ്പൊ അതിന്റെ സ്മോക്ക് മുഴുവനും ആളാണ് ശ്വസിക്കുന്നത്. അപ്പൊ അതാണ് ഇതിന് കാരണം എന്ന് ഡോക്ടർ ഇങ്ങനെ പറയുവാണ്. അപ്പം ആള് ഒരു ഗിൽട്ടി ഫീലിംഗ് വരുന്നതാണ്. അപ്പൊ അങ്ങനെ സംഭവിച്ചു. അപ്പൊ എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ഒരു കുട്ടി കേട്ടോ, എന്നെക്കാളും യങ്ങായിരുന്നു, പേരും ജിഷ എന്നായിരുന്നു. അപ്പൊ ആ കുട്ടി ഇതുപോലെ തന്നെ ലങ്സ് ക്യാൻസർ വന്നാണ് മരിച്ചത്. നമുക്ക് മറ്റ് ഓർഗൻസിൽ ക്യാൻസർ വരുന്ന പോലെയല്ല, ലങ്സിൽ മുറിച്ചു മാറ്റാനോ പകരം തുന്നി വെക്കാനോ ഒന്നും പറ്റില്ല. ഒരു സൂചി പോലും കുത്താൻ പറ്റില്ല. അത്രയും വൈറ്റലാണ് ലങ്സ് എന്ന് പറയുന്നത്. ഒരു സൂചി കുത്തി ഒരു ഹോള് വന്നാൽ തന്നെ ലങ്സ് ഡാമേജ് ആവും. അപ്പൊ അങ്ങനെ ആ കുട്ടി ഡെത്ത് ആവുകയാണ് ചെയ്യുന്നത്. ഒരു മോനുണ്ട്, അവനിപ്പോ 10th കഴിഞ്ഞു. അപ്പൊ ഈ ജിഷയുടെ അച്ഛൻ ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. മേ ബി അതായിരിക്കാം. ആ കുട്ടിയുടെ കുഞ്ഞിലേ മുതലേ അത് കാണുന്നത് ഭയങ്കര കണ്ടിന്യൂസ് സ്മോക്ക് ചെയ്യുന്ന അതിന്റെ ഫാദർ ആയിരുന്നു. മേ ബി അതായിരിക്കാം റീസൺ. പാസീവ് സ്മോക്കിംഗ് എന്നൊരു കാര്യം ഉണ്ടല്ലോ, അവര് വലിച്ചു പുറത്തേക്ക് വിടും, നമ്മളത് എടുക്കും, നമ്മളുടെ ഉള്ളിലേക്ക് അത് കടക്കും. ജിഷ ഇതുപോലെ ലങ്സ് ക്യാൻസർ വന്ന് മരിക്കുകയായിരുന്നു. വളരെ കഷ്ടപ്പെട്ടു. കുട്ടി അവസാന നിമിഷം വല്ലാതെ ബുദ്ധിമുട്ടി. കാരണം വെച്ചാൽ ഭയങ്കര പെയിൻ എടുത്തിട്ട് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യാത്തൊരവസ്ഥയിൽ വളരെ വിഷമിച്ച് ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ്. അപ്പം ഒരു നമ്മളൊരു കാര്യം എന്റർടൈൻമെന്റിനാണെങ്കിൽ കൂടിയും ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത നോക്കണം. ശരിക്കും മറിയാം മോണ്ടിസോറി പകർന്നു കൊടുത്തത് ഇതായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെയാണ് മോണ്ടിസോറി കുട്ടികളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമലൈസ്ഡ് കുട്ടികളും ഡീവിയേറ്റഡ് കുട്ടികളും. ഒക്കെ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ വരുന്നുണ്ട്, ഞാൻ പക്ഷെ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പം മറിയം മോണ്ടിസോറിയുടെ ഒരു ഒപ്പീനിയനിൽ നോർമലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ്, എല്ലാത്തിലും നല്ലപോലെ ടോപ്പാകുന്നു, എത്രയും പെട്ടെന്ന് ടാസ്കുകൾ ചെയ്തു തീർക്കുന്നു, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുന്നു. അതൊന്നുമല്ല മോണ്ടിസോറിയുടെ ആ ഒരു അഭിപ്രായത്തിൽ നോർമൽ എന്ന് പറയുന്നത്. എങ്ങനെ ഒരു ആക്ടിവിറ്റി ആ കുഞ്ഞ് സെലക്ട് ചെയ്തിട്ട് അത് അവിടെ ഇരുന്ന് ചെയ്യുന്നു, ചുറ്റുമുള്ള ആളുകളെയോ ചുറ്റുപാടുകളെയോ ഡിസ്റ്റർബ് ചെയ്യാതെ അവൻ എന്താണോ ചെയ്യാനുള്ളത് അത് അവൻ ചെയ്യുന്നു. അത് ചിലപ്പം അവൻ അരമണിക്കൂർ എടുത്തിട്ടുണ്ടാവും, 1 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. മേ ബി ചില കുട്ടികൾ 10 മിനിറ്റ് കൊണ്ടായിരിക്കും അവിടെ ചെയ്യുന്നത്. അവരെ തമ്മിൽ കാറ്റഗറൈസ് ചെയ്യുന്നില്ല. അത് ഓരോരുത്തരുടെ സ്പീഡ് അല്ലേ. ചിലപ്പോൾ ലാംഗ്വേജ് ഏരിയയിലായിരിക്കും ഒരു കുഞ്ഞിന് ഭയങ്കര വ്യത്യാസം, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉള്ളത്, വേറൊരു കുട്ടിക്ക് മാത്തമാറ്റിക്കൽ ഏരിയ ആയിരിക്കും. സോ അതുകൊണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയാണ് നോർമലൈസ്ഡ് എന്ന് പറഞ്ഞത്. അതായത് എന്താ പറയാ, കൊടുക്കുന്ന ആക്ടിവിറ്റീസ് അവര് വേറെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണോ, വളരെ സന്തോഷത്തോടു കൂടി അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നോർമലൈസ്ഡ് എന്ന് പറയുന്നത്. ഡീവിയേറ്റഡ് കുട്ടികൾ പല കാറ്റഗറി ഉണ്ടായിരുന്നു. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളത്, കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ഇങ്ങനെ സ്ലീപ്പി ആയിട്ട് ഒരു ശല്യമില്ലാണ്ട് ഒരു ഭാഗത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവരെല്ലാമായിരുന്നു ഡീവിയേറ്റഡ് കുട്ടികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഡീവിയേറ്റഡ് കുട്ടികളെ ഈ നോർമലൈസിലേക്ക് ആക്കുക എന്നുള്ളതായിരുന്നു മോണ്ടിസോറിയുടെ ഉദ്ദേശം. അതിന് ഡീവിയേറ്റഡ് കുട്ടികൾക്ക് സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യും. വീട്ടിലെ പാരൻസിനെ ഏൽപ്പിക്കും, വീട്ടിൽ വരുമ്പോൾ ഇതെല്ലാം ചെയ്യിക്കണം. അങ്ങനെ വീട്ടിലും ക്ലാസ് റൂമുകളിലും ഇവർ പല പല ആക്ടിവിറ്റീസ് ചെയ്ത് പതുക്കെ ഇവരെ നോർമലൈസ്, അത് മേ ബി 3-4 months ഒക്കെ എടുക്കുമായിരിക്കും. അവര് നോർമലൈസ്ഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറുവാണ്. ഓക്കെ, അങ്ങനെയാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ ആക്ടിവിറ്റീസ് ചെയ്യിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ആ പോയിന്റ്സ് ഒന്ന് വായിക്കാമോ? 6 points കാണാം, 5 points നമുക്ക് കാണാം, ബുള്ളറ്റ് പോയിന്റ്സ്. അത് ഒന്ന് റീഡ് ചെയ്യാമോ ആരെങ്കിലും? ഞാൻ വായിക്കാം മാം. പ്ലീസ്.
Scope of health education. Health education includes the following subjects: knowledge about food items and their input of the proper growth and development of the human body, assurance of pure and clean water, fresh air, proper rest, physical exercise, recreation, sleep. Bad habits like smoking, drinking, and taking drugs and their evil effect on health build and mental damage caused to the individual as well as the society. Cause of various illnesses and means of their prevention: mental health, domestic hygiene, community hygiene, sex hygiene, etc. The importance of first aid in necessity. സോ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ സ്കോപ്പാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, അത് ഇപ്പോൾ ഓരോ ഏജ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്രോണിക് ഡിസീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തണം. പിന്നെ ഒരു അസുഖം വരുമ്പോൾ, അതായത് ഇപ്പോൾ പനിയൊക്കെ വരുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഭക്ഷണമായിരിക്കും നമ്മൾ കഴിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ആ സമയത്ത് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പം നമുക്ക് പ്രൊട്ടക്റ്റീവ് ഫുഡ്, ആ കാറ്റഗറിയിൽ വരുന്ന ഫുഡ്, നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്ന രീതിയിൽ വൈറ്റമിൻ സി, ഇപ്പം ചുമ അങ്ങനെ കഫക്കെട്ടൊന്നും ഇല്ലെങ്കിൽ വൈറ്റമിൻ സി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം എന്ന് ഡോക്ടർ പറയും. അപ്പം അങ്ങനെ ഏതൊക്കെ ഫുഡ് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഏജ് കാറ്റഗറിക്ക് എങ്ങനെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടോ അതിനനുസരിച്ച് നമ്മളൊരു ഡയറ്റ് നമ്മളെങ്ങനെ കഴിക്കണം, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാകും ഒരു ഹ്യൂമൻ ബോഡിയുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ളത്. പിന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് മെച്യൂരിറ്റി ആയപ്പോഴേക്കും നിന്നു അല്ലേ. ലൈക്ക് ഫിസിക്കൽ ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഹൈറ്റ് വെക്കുന്നത്, കൈകാലുകളൊക്കെ കുറച്ച് സ്ട്രോങ് ആവുന്നതൊക്കെ ആയിരുന്നു. വണ്ണം അതുമായിട്ട് കണക്റ്റഡ് അല്ല കേട്ടോ. പ്രായമാകുമ്പോൾ നമ്മളുടെ വണ്ണത്തിന് വ്യത്യാസങ്ങൾ വരും. പക്ഷെ നമ്മളുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓൾമോസ്റ്റ് ഒരു 18 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും, മെച്യൂരിറ്റി ആകുമ്പോഴേക്കും അതങ്ങ് സ്റ്റോപ്പ് ആവും. പിന്നെ അഷുറൻസ് ഓഫ് പ്യുവർ ആൻഡ് ക്ലീൻ വാട്ടർ, നല്ല ക്ലീൻ പ്യുവർ വാട്ടർ അത് കിട്ടണം. അതുപോലെ തന്നെ ഫ്രഷ് എയർ, പ്രോപ്പർ റെസ്റ്റ്, കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ പറ്റണം, ഫിസിക്കൽ എക്സസൈസ്, റിക്രിയേഷൻ കഴിഞ്ഞ് കോമയുണ്ട്, സ്ലീപ്പ്, നമ്മുടെ വിനോദം അല്ലേ, ഹോബീസ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റിക്രിയേഷൻ, വിനോദം. ചിലപ്പോൾ എല്ലാവരും കൂടി ആയിട്ടൊരു ട്രിപ്പ് പോകുന്നതായിരിക്കാം, മൂവിക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും കൂടെ വീട്ടിലിരുന്ന് ഒരുമിച്ചിരുന്ന് അല്ല അന്താക്ഷരി കളിക്കുന്നതും ഒക്കെ ഈ വിനോദത്തിൽ പെടാം അല്ലേ. അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, അങ്ങനെ ആ ഒരു റിക്രിയേഷൻ, അതെല്ലാം റിക്രിയേഷൻ കഴിഞ്ഞ് കോമയിട്ടുള്ളൂ. പിന്നെ ബാഡ് ഹാബിറ്റ്സ്, ഇതൊന്നും ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ടേക്കിംഗ് ഡ്രഗ്സ്, അതിനെല്ലാം ഈവിൾ എഫക്റ്റ് ആണ്, നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കും. മെൻ്റൽ ഡാമേജും ഉണ്ടായിരിക്കും. ആ ഒരു ഒരു വളരെയധികം സ്മോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ സൊസൈറ്റിയിൽ തന്നെ ഒരു എന്താ പറയുക ഒരു ഡാമേജ് ഉണ്ടാക്കും അല്ലെ. എല്ലാവർക്കും മാനസികമായ ബുദ്ധിമുട്ട് വരെ വരും, ആ വീട്ടിലുള്ളവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ. അപ്പം മെൻ്റൽ ഡാമേജും ഉണ്ടാക്കുന്നതാണിത്. ആ യൂസ് ചെയ്യുന്ന ആളുടെ ഹെൽത്തിനെയും ബാധിക്കും. പിന്നെ ഇതുപോലെ സ്മോക്കിംഗ് ഒക്കെ ആണെങ്കിൽ പാസീവ് സ്മോക്കിംഗ് കൊണ്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. വീട്ടിലൊരു സമാധാന അന്തരീക്ഷം തന്നെ മാറും ഇതുപോലെ യൂസ് ചെയ്യുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ ഇപ്പൊ കുറേ കേസസ് അല്ലേ, ഈ ഒരു വർഷം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഡ്രഗ്സ് യൂസ് ചെയ്ത് മകൻ അച്ഛനെ തലക്കടിച്ചു കൊന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ മാനസിക നില തന്നെ തകരാറിലാക്കുവാണ്. പിന്നെ പല രീതിയിലുള്ള അസുഖങ്ങളെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളും മനസ്സിലാകും. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണം, ഇതെല്ലാം ഹെൽത്ത് എഡ്യൂക്കേഷനിൽ കോവിഡ് സമയത്ത് നമുക്ക് കുറേ ഇതുപോലുള്ള അവയർനെസ് ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീട്ടിനകത്തുമുള്ള ഹൈജീൻ, കമ്മ്യൂണിറ്റി ഹൈജീൻ, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ സറൗണ്ടിങ്സ്, സൊസൈറ്റിയുടെ ഹൈജീൻ. സെക്സ് ഹൈജീൻ നമ്മൾക്കറിയാം ഏജ് അപ്രോപ്രിയേറ്റ്, നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ പാർട്ട്ണറോട്, അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഇതും. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സെക്സ് എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്, ഒരു നെസസിറ്റി കണ്ടീഷനിൽ. അപ്പോൾ വീടാണെങ്കിലും നമ്മൾ എന്തുപോലെ കരുതും, പൊള്ളലിന് മരുന്ന്, മുറിവിന് മരുന്ന്, പിന്നെ ആൻറ്റിസെപ്റ്റിക് ലോഷൻ എന്തെങ്കിലും, കുറച്ച് കോട്ടൺ ബാൻഡേജ് പോലുള്ളത്, ഇതെല്ലാം നമ്മൾ വീട്ടിലൊക്കെ കരുതാറുണ്ടല്ലേ. സ്കൂളിലും അത് നെസസറി ആണ്, ആവശ്യത്തിന് തന്നെ വരണം. അങ്ങനെ ഒരു ലെസൺ നമുക്കുണ്ട് ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത്. ഇതെല്ലാമാണ് നമ്മൾ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊന്നറിയാം, ഒരു ക്ലാസ് ചുമ്മാ കേട്ടതുകൊണ്ട് കാര്യമുണ്ടോ, അത് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴല്ലേ
അതിനൊരു റിസൾട്ട് വരുന്നത്. എനിക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് എല്ലാം അറിയാം, ബട്ട് ഞാനത് എൻ്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം എനിക്ക് ഹെൽത്ത് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി, പക്ഷെ അതിൻ്റെ നേരെ വിപരീതമാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഹെൽത്ത് മോശം. അപ്പോൾ ഇത് അറിയുക എന്നുള്ളത് മാത്രമല്ല, വാട്ട് വി നോ അതല്ല, വാട്ട് വി ഡു, നമ്മൾ അതിന് ശേഷം എന്ത് ചെയ്യുന്നു അതിനെ റിലേറ്റ് ചെയ്താണ് ഹെൽത്ത് ഇരിക്കുന്നത്. നമ്മളത് നമ്മളുടെ ലൈഫിലും നമ്മളുടെ വീട്ടിലും നമ്മൾ ഇടപെടുന്നിടത്തെല്ലാം നമ്മളത് പകർന്നു കൊടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പോഴാണ് ഇതുകൊണ്ട് ഒരു റിസൾട്ട് വരുന്നത്, അല്ലേ? അത് ശരിയല്ലേ? ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് പറഞ്ഞു, സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പറഞ്ഞു. ആരാ ഒന്ന് റെഡി ആയിട്ടുള്ളത്? ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ എത്രയാന്ന് വെച്ചാൽ നമുക്ക് ടൈം എടുക്കണേ, ഇതിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാൻ. 4 hour. ഞാൻ പറയാം മാം. പ്ലീസ്. Okay. The great, sorry ma'am. In the beginning of the class, ma'am spoke about our mental satisfaction by quitting the toxic situations. And then we came into our second chapter, health and hygiene. By first, we spoke about our waste management. If there is a will, there will be a way. If our goal is health, the way is definitely hygiene. The child attains immunity when he reaches at his 6th. Language development is possible when he or she mingles with the society. Cognitive, affective, psychomotors are developed when he is in the good terms with family and society. Large muscles are developed when he attains in the first stage, but small muscles are developed in secondary stage on his or her life. The great philosopher Aristotle quoted that sound minds in a sound body in his work Maxim. There he said that health can be defined as in 1 or 2 sentences. A Greek goddess Hygeia called goddess of hygiene, and the word hygiene derived from Hygeia. She was the daughter of Asclepius, god of medicine. Ma'am, and the pronunciation എങ്ങനെ? Asclepius. I'm also not sure about pronouncing names. Asclepius. Okay, ma'am. Okay, ma'am. She was the daughter of Asclepius, god of medicine. As a parent, we are responsible to teach our children the importance of hygiene. Then we discussed about health education, knowledge about food items and their input of the proper growth and development of the human body, assurance of pure and clean water, fresh air, rest, exercise and sleep. Bad habits like smoking, drinking, taking drugs, mental damage caused due to the individual as well as the society. Causes of various illness and means of their prevention. Mental health, domestic hygiene, community hygiene, sex hygiene, etc. are important. Then importance of first aid is necessary. Then that's all about the class, ma'am. Okay, thank you so much. Thank you. Anyway, I will share your concerns to them. They will definitely watch this recorded video and they will be happy. And I got a message in the chat box like I haven't given the assignment. I am talking in English because they are watching the video, no? So it is odd when I talk in Malayalam. Okay, so I will provide the details regarding assignment in your group. And for it's okay, no, like health and hygiene, and you know what is the importance of health and hygiene. I couldn't see the name because since I am using mobile I couldn't see the screen properly. So who had briefed? So my name is Rishmi Mohan, Rishmi Aromal. Okay, Rishmi, you are in overseas, right? Ma'am? You are in overseas in Gulf country or somewhere else, no? No, ma'am. I am here, ma'am. Yeah. Okay. Ma'am,
I am very fond of speaking in English. I am just getting my knowledge by watching television like newses in BBC like that. I am Okay, very fine. fond of speaking in Hindi, English. I am here. My studies are all here, but I am very fond of speaking in English, Hindi, etc. Gathering knowledge. Okay, I very like good. that. Very good. So language lover, right? Right, ma'am. So there is one app, Duolingo. You can learn different international languages in there. I just learned French from there. Actually, my second language was French when I am doing my pre-degree. I mean, plus two that time. It was pre-degree. So I like French very much. So I just learned, upgrade the level of that language using this app, Duolingo. You know that? Yes, ma'am. I know that. Thank you for your information. My daughter learned Spanish from that app. It's a free app. You can install in your mobile. Okay, ma'am. Okay. Thank you for the information. We can learn Hindi also. That is only the one language we can learn through this Duolingo. The other languages are all international. Okay, fine. And okay, thank you so much. Anyway, because it will make me more comfortable when I am taking classes for them. These brief video will be definitely helpful for me to do the classes for them. Okay, and I will definitely put on the details of assignment and I will give mock test for first unit also. Okay, thank you so much. Thank you for your patience because the beginning of the class you people waited for a long time for me. And what about sign out? ഞാനാണ് മാം. Good morning, everyone. I am Soumya Tony, and it's my privilege to deliver in the sign out for today's class about health and hygiene scope of health education. I just wanted to say thank you for your hard work in teaching our online class. I really appreciate your passions and dedication. I know online teaching can be challenging, but you have done a great job making our class engaging and accessible. Thank you, ma'am. Okay, once again, thank you so much and have a nice day. Thank you, ma'am. Thank you, ma'am. Thank you, Thank ma'am. you, ma'am. Thank you. Thank you, ma'am.